വെടിനിർത്തൽ കരാർ ലംഘനം. പാകിസ്ഥാൻ നഗ്നമായ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഇന്ത്യയുടെ സിവിലിയൻസിനെ, ഇന്ത്യയിലെ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, ഇന്ന് രാവിലെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെല്ലിംഗ് ഉണ്ടോ? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് നടന്ന ഒരു ഗ്രാമത്തിലാണ്. നമുക്ക് ഈ ഷെല്ലിങ്ങിൻ്റെ കൂടുതൽ, അതായത് പാകിസ്ഥാൻ്റെ ഭീരുത്വം നിറഞ്ഞ ഈ സൈനിക നടപടിയിലെ ഒരു നേർചിത്രങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ഈ ഗ്രാമപ്രദേശത്തുള്ള ഈ വീട്ടിലേക്കായിരുന്നു പാകിസ്ഥാൻ്റെ ഷെല്ലുകളിൽ ഒന്ന് പതിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഇതുപോലെയുള്ള പല ഗ്രാമങ്ങളുടെ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെയാണ്, അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ഷെല്ലുകൾ പതിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. ഈ ഷെല്ല് ഈ പുറത്തേക്ക്, അതായത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വന്ന ഷെല്ല് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം തുരന്നാണ് ഉള്ളിലേക്ക് വന്നത്. അതായത് ഇതിൻ്റെ ഈ കോൺക്രീറ്റ് എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഷെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഈ വിടവാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് വളരെ ഈ അപകടകരമായിരുന്ന ഒരു ഷെല്ലായിരുന്നു ഇവിടെ പതിച്ചതെന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുമൊക്കെ പറയുന്നത്. ഇതുപോലെ നിരവധി വീടുകൾക്ക് നേരെയാണ് ഇവിടെ ഈ ആക്രമണം ഉണ്ടായത്. ഈ കാണാം, ഈ ഷെല്ലിങ്ങിൽ ഈ കെട്ടിടങ്ങളെല്ലാം ഏറെക്കുറെ ഈ കെട്ടിടത്തിൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായി ഇവിടെ ആൾക്കാർ കിടക്കുന്ന ഒരു ഒരു മുറിയിലാണ് ഈ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അതിൽ ഫ്രിഡ്ജുണ്ട്, ഒരു കട്ടിലുണ്ട്. ആ ഈ കട്ടിലിന് സമീപത്ത് ഈ മുകളിൽ നിന്ന് വീണ ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ നിന്ന് ഷെല്ലിങ്ങിനെ തുടർന്ന് ഈ കല്ലും മറ്റും മൺകട്ടയും മറ്റും ഈ തകർന്ന് വീണ് കിടക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ കാലിത്തൊഴുത്തായിരുന്നു. ആ കാലിത്തൊഴുത്തിന്, അതായത് അവിടെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മൃഗങ്ങൾ ഈ ദൃശ്യം ഇതിൽ കാണാം. ഇതൊക്കെ രാത്രി ഈ മൃഗങ്ങളൊക്കെ ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയിടുന്ന കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ പല സ്ഥലങ്ങളിലും ഇത്തരം ഈ ഗ്രാമവാസികൾക്ക് നേരെ, അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് നേരെയായിരുന്നു ഈ ഷെല്ലുകൾ മറ്റും പതിച്ചിരിക്കുന്നത്. നമ്മളോട് നാട്ടുകാരും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യം, അതായത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്മളിപ്പോൾ പറയാത്തത്. ഈ ഒരു കട്ടിൽ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കട്ടിലൊക്കെ ഇത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഈ വീട്ടിലിപ്പോൾ ആരുമില്ല. കാരണം ഈ ഷെല്ലിങ്ങിന് ശേഷം ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ നാശനഷ്ടം ഉൾപ്പെടെ, അതായത് ആൾക്കാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കാണാം ഈ ഷൂസ് അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഈ മുറിക്കകത്തേക്ക് ഞാൻ ഒന്നും കൂടി ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ഈ മുകളിൽ നിന്ന് വീണ ഷെല്ല്, ആ ഷെല്ലിൻ്റെ ആഘാതത്തിലാണ് ഈ ചുവര്, ഈ വീടിൻ്റെ ഈ ചുമര് തകർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഉള്ളിൽ പോയി വീണിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഷാർപ്പനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അകത്തേക്കുണ്ട്. പക്ഷേ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല. ഇതുപോലെ ഈ പാകിസ്ഥാൻ്റെ ഈ ഷെല്ലിംഗ്, അതായത് ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഷെല്ലിങ്ങിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഈ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലെ സാധാരണക്കാരായ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ ഇതുപോലെയുള്ള ചെറിയ കെട്ടിടങ്ങൾക്ക്, ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഇതുപോലുള്ള ചെറിയ കെട്ടിടങ്ങളിലാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവിടെ ഈ പാകിസ്ഥാൻ്റെ ഷെല്ല് പതിക്കുന്നത്. തുടർന്ന് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഈ അപകടവും മറ്റും കാണുന്നത്. നാട്ടുകാരോട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിക്കാം. പക്ഷേ ബാത് കരേഗ അഭിലാഷ്, ഒരു സെക്കൻഡ് അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത്. കൽ ക്യാ रात को कितने बजे? ये 4:30 बजे के बीच में ही पड़ा, यहाँ बीच में पड़ा. बाकी वैसे 12 बजे से शेलिंग शुरू हुई. 12 बजे से लगातार शेलिंग, सुबह 6 बजे तक लगातार. അഭിലാഷ്, രാത്രി 12 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഷെല്ലിംഗ് നടക്കുകയായിരുന്നു. ഇവിടെ 4:30 ഷെല്ലിംഗ് നടന്നതെന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. इसका अंदर कोई था? इसके
के अंदर नहीं थे पहले, फिलहाल ये साथ में थे। साथ में था वो इधर इधर जब दूसरी साइड 12 बजे पढ़ने लगे ना, यहाँ से निकाल दिए थे, फिर दूसरी साइड चले गए थे, उसके बाद यहाँ को निकलने के बाद कल पहले वाला इधर को गया या उसके पहले? नहीं, ये जो कल शाम को पड़े ना 12 बजे, ये जो 12 बजे के बीच में 2-3 बजे के बीच में पड़े वही देखो। ആശ്വാസകരമാകുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം 12:30 ഈ ഷെല്ലിംഗ് ആരംഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ ആൾക്കാരെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതായത് ഞാൻ ഈ ഷെല്ലിങ്ങിൻ്റെ കുറിച്ചൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കാരണം നമുക്കൊക്കെ ഈ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. രാത്രി കംപ്ലീറ്റ് ഈ വലിയ ശബ്ദമായിരുന്നു ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ 12:30 കൂടി നാട്ടുകാരെ എല്ലാം ഈ ബങ്കർ പോലെയുള്ള സാധനം ഒരു സമീപത്തുണ്ടായിരുന്ന ഒരു ഇതിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇവിടെ ഈ ഉണ്ടായ ഷെല്ലിങ്ങിൽ കാര്യമായ തോതിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുമാത്രമാണ് ഏക ആശ്വാസകരമാകുന്ന കാര്യം. പക്ഷേ ഒരു കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതുപോലെ നിരവധി കാഴ്ചകളാണ് നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, സുരക്ഷാ കാരണങ്ങളാൽ തന്നെ ഇത് എവിടെ ആണ് എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. അത് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ബാലു വിവരങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഏത് മേഖലയെന്ന് പറയുന്നില്ല. ബാലു, ആ പ്രദേശത്തെ ആളുകളെ എല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ അവിടെ നടക്കുന്ന എന്താണ്? പാകിസ്ഥാന്റെ ഈ കനത്ത പ്രകോപനം, ജനവാസ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള കനത്ത ഷെല്ലാക്രമണം, ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ആ മേഖലയിൽ? നാട്ടുകാരെയൊക്കെ ഏറെക്കുറെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. കാരണം ഈ അതിർത്തി ഗ്രാമങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് നാട്ടുകാരെയൊക്കെ ഏറെക്കുറെ മാറ്റുന്നുണ്ട്. അതിനു പുറമെ നാട്ടുകാർക്ക് ഈ സിവിൽ ഡിഫൻസ് വിങ്, അതായത് സ്വയം പ്രതിരോധിക്കാനുള്ള ഈ ഒരു സംവിധാനമൊക്കെ നാട്ടുകാർ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ആൾക്കാരെയൊക്കെ മാറ്റുകയും അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പൂഞ്ചിൽ നിന്ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ, അതായത് സിറ്റിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് വലിയ തോതിലുള്ള ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അത് ഷെല്ലിംഗ് ആണോ അതല്ല വെടിവെപ്പാണോ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതിൽ തന്നെ ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ആൾക്കാർക്ക് വലിയ തോതിലുള്ള ഒരു പുനരധിവാസത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ആ നടപടികളിലേക്ക് സർക്കാരും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ കടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ഞാൻ ഒന്നും കൂടി, അതായത് ദൃശ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറയാം. ആ വീട്ടിലെ ഒരു ആധാർ കാർഡ്, അതുപോലെ തന്നെ ഈ പാത്രങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും അവിടെ ചിന്ന ഭിന്നമായി കിടക്കുന്നത് നമുക്ക് കാണാം. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ, അതായത് വളരെ സാധാരണക്കാരൻ്റെ ഒരു വീടായിരുന്നു ഈ വീട്. ആ വീടാണ് ഈ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ പൂർണ്ണമായും ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പ്രദേശത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ വളരെ സുരക്ഷിതരായി ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളെല്ലാവരും ഈ അതിർത്തി മേഖലയിലെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്, അവരുടെ പ്രതിസന്ധിക്കൊപ്പമാണ്. ഇപ്പോൾ ബാലു തന്നെ പറഞ്ഞ ആ മേഖലയിൽ നിന്ന് ആളുകളെയൊക്കെ പരമാവധി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. അവിടെ പ്രാദേശികമായി പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും നിയന്ത്രണ രേഖയിൽ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം സമാനമാണ്. ബാലു, ഇപ്പോൾ നിരവധി ഏറെ ദൂരം ഇപ്പോൾ രാവിലെ തന്നെ സഞ്ചരിച്ചല്ലോ. ഈ സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇങ്ങനെയാണോ? ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇങ്ങനെ പല ദൃശ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. രതീഷ്, അതിനോടൊപ്പം ഒരു കാര്യം പറയാം. ഇവിടെ നിന്ന് അധിക സമയം നിന്ന് ഈ റിപ്പോർട്ടിംഗ് നടത്തരുതെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ആ മടങ്ങുന്നതിനിടയിൽ രതീഷ് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. രാവിലെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂഞ്ചിലേക്ക് ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. കാരണം ആരെയും പുറത്തു നിന്നുള്ളവരെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ പൂഞ്ചിൻ്റെ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം സ്വന്തം വാഹനങ്ങളിലും അതുപോലെ തന്നെ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലുമൊക്കെ നാട്ടുകാർ അവിടെ നിന്ന് ഒരു പലായനത്തിന് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിറ്റിക്ക് ഉള്ളിൽ മാത്രമല്ല, ഇന്ത്യ പാക് അതിർത്തിക്ക് ചുറ്റും ഈ സമീപത്തുള്ള പൂഞ്ച്, രജോരി തുടങ്ങിയ പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിൽ ഇതുപോലെ ഇന്നലെ രാത്രി 12:30 തൊട്ട്, കാരണം നേരത്തെ ഇതിലൊരു നാട്ടുകാരൻ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ രാത്രി 12:30 തുടങ്ങിയ
ഷെല്ലിംഗ് ആയിരുന്നു. ആ ഷെല്ലിംഗ് ആണ് പുലർച്ചെ 6 മണി വരെ നീണ്ടു നിന്നത്. അതായത് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ ഷെല്ലിംഗ് ഈ മേഖലകളിലൊക്കെ നീണ്ടു നിന്നിരുന്നു. പക്ഷേ 12:30 ആദ്യത്തെ 1-2 ഷെല്ലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആൾനാശം, ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീടുകൾ, കെട്ടിടങ്ങൾ ഒക്കെ വലിയ തോതിൽ തകർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് അധിക സമയം നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഇപ്പോൾ തിരിക്കുകയാണ്. തീർച്ചയായും ബാലഗോപാൽ, അടുത്ത ഗ്രാമത്തിൽ എത്തിയാൽ ഉടനെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യും. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ നഗ്നമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. സാധാരണ മനുഷ്യർ താമസിക്കുന്ന, സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലേക്ക്, അവർ അന്തിയുറങ്ങുന്ന കൂരകളിലേക്കാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെൽ വർഷം ഉണ്ടായത്. വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീരിലെ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ നിന്ന് കനത്ത ഷെല്ലിംഗ് നടത്തുകയാണ്. ഇന്ത്യ ഭീകരരെ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെക്കുകയാണ്. ഗ്രൗണ്ട് സീറോയിൽ മാതൃഭൂമി ന്യൂസ് ഉണ്ട്, ബാലഗോപാലും ജഗദീഷുമുണ്ട്. ഓരോ നിമിഷവും അവിടെ നടക്കുന്ന നൃശംസതകളുടെ, ക്രൂരതകളുടെ, ഇന്ത്യയുടെ തിരിച്ചടിയുടെ ഒക്കെ വിവരങ്ങൾ അനുനിമിഷം പ്രേക്ഷകരെ ഏറ്റവും ആധികാരികമായി ഒരു കലർപ്പുമില്ലാതെ നിരന്തരമായി അറിയിച്ചുകൊണ്ടേയിരിക്കും.